ഇത് തൃശ്ശൂരിന്റെ ഭംഗി, ഇത് ഞങ്ങളുടെ കേരളത്തിന്റെ ഭംഗി, ഇതാണ് മലയാണ്മ, ഇതാണ് സാംസ്കാരിക കേരളം. അതാ മനോഹരമായി ഹനുമാൻ ആലേഖനം ചെയ്തിരിക്കുന്ന അല്ലെ, ഹനുമാനാണ്, ആഞ്ജനേയനാണ് പാറമേക്കാവിന്റെ കുടയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കുട മറുപടിയായി തിരുവമ്പാടിക്കാർ ഉയർത്തിയിരിക്കുന്നു. ആലവട്ടം ഉയരുന്നു, വെഞ്ചാമരം ഉയരുന്നു, പതുക്കെ അത് താഴുന്നു. ആ താളത്തിൽ, ആ ലയത്തിൽ അങ്ങനെ ആറാടുന്ന വലിയൊരു ആൾക്കൂട്ടത്തെ നോക്കൂ, എന്തൊരു ഭംഗിയാണിത്. ഈ പശ്ചാത്തലം, ഈ ഒരു തെക്കേ ഗോപുര നടയുടെ പശ്ചാത്തലത്തിൽ ഈ കാഴ്ചകൾ ഇത് ഇവിടെ മാത്രം കാണുന്നതാണ്. ലോകമേ, ഇവിടെ തൃശ്ശൂരിൽ ഈ സ്വരാജ് ഗ്രൗണ്ടിൽ ഈ വടക്കുംനാഥന്റെ തിരുമുറ്റത്തേക്ക് വരൂ, ഈ കാഴ്ചകൾ കാണൂ എന്ന് ഓരോ പൂരവും ഇങ്ങനെ വിളിച്ച് 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 പേർത്തും പറയുന്നത് നമുക്കിവിടെ കാണാം. ഇതാണ് ഏറ്റവും മനോഹരമായ അവസാനത്തെ ഈ പറയുന്ന ആനയ്ക്ക് മുകളിലിരുന്ന ആളുകളൊക്കെ ഈ പറയുന്ന തോർത്ത്, അവരുടെ കൈവശമുണ്ടായിരുന്ന തോർത്ത് ചുഴറ്റിക്കൊണ്ടുള്ള കുടമാറ്റത്തിന്റെ അവസാനത്തെ ആഘോഷങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം അതാ ഇപ്പോൾ അതിന്റെ ആവേശത്തിലേക്ക് അവസാനിക്കാൻ പോകുന്നു. ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഇത്തവണ 2026 തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, ആ കാഴ്ചകൾ ഇങ്ങനെ അവസാനിക്കുന്നു. അതിന്റെ കുടമാറ്റം, അതിന്റെ ഭംഗി, തിരുവമ്പാടി അത് അവസാനിപ്പിക്കുകയാണ്. ഇനി പാറമേക്കാവുകാർ അവസാനിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ തോർത്തു വീശി ആ വെഞ്ചാമരത്തിനും ആലവട്ടത്തിനും പകരം തോർത്തുകൾ വീശി അവരങ്ങനെ അവസാനത്തെ കുടകളിലേക്ക് കടക്കുന്നു. ഇതാ കാണുക ലോകമേ, ഇതാണ് തൃശ്ശൂർ പൂരം, ഇതാണ് തൃശ്ശൂരിന്റെ ഭംഗി, ഇതാണ് ഈ സാംസ്കാരിക കേരളത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കുടമാറ്റം 15 മിനിറ്റിനുള്ളിൽ എങ്ങനെ തീർക്കാൻ കഴിയുമെന്നൊരു ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. ആ വ്യക്തതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കുടമാറ്റം സമാപനത്തിലേക്ക് കടക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ കുടമാറ്റം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തോർത്ത് മുകളിലേക്ക് വീശി അവർ അത് അവസാനിപ്പിക്കുന്നത്. ഇത്തവണത്തെ പൂരത്തിന്റെ അവസാനത്തെ കുടമാറ്റം, അതായത് ആനക്ക് മുകളിലിരുന്നവർ അവരുടെ കൈവശമുണ്ടായിരുന്ന തോർത്ത് ചുഴറ്റിക്കൊണ്ട് അതൊരു ആവേശകരമായിട്ടുള്ള ഒരു പൂര പരിസമാപ്തിയിലേക്ക്, കുടമാറ്റത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഭക്തകാഴ്ചയുടെ വൈവിധ്യങ്ങൾ അത് എത്രത്തോളം മനോഹരമാണ്.
പൂരത്തിന് സാക്ഷിയായ ഒരു പുരുഷാരം പിരിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ച കുടമാറ്റം ചുരുങ്ങിയ സമയത്തേക്ക് ക്രമീകരിക്കപ്പെട്ടുവെങ്കിലും അത് പൂർത്തിയായിരിക്കുകയാണ്. ഓരോ പൂരക്കാലത്തും കേരളത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകൾക്ക് പരിസമാപ്തിയാവുകയാണ്. അത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ കാഴ്ചകൾ കണ്ണിലുറപ്പിച്ച് മനസ്സിലുറപ്പിച്ച് പുരുഷാരം പിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരിമിതമായി മാത്രമാണ് ഇത്തവണ പൂരം നടത്തിയതെങ്കിലും എല്ലാ ആചാരത്തിന്റെ ഭാഗമായി ഒരു പതിപ്പ് എന്ന നിലയ്ക്ക് നടപ്പിലാക്കിയെങ്കിലും ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കുടകൾ കാണുന്നുണ്ട്. നമ്മൾ കുടമാറ്റത്തിനായി തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ നടക്കുന്ന ലോകത്തെ ഏറ്റവും ക്രിയാത്മകമായ ഒരു പോരാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരം നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. വർണ്ണക്കുടകൾ, ചിത്രത്തുന്നലുകളുള്ളവ, മുത്തു നെയ്തെടുത്തവ, അങ്ങനെ വെഞ്ചാമരവും ആലവട്ടവും നെറ്റിപ്പട്ടവും ഒക്കെ അണിഞ്ഞു നിൽക്കുന്ന ഗജവീരന്മാരുടെ ശിരസേറി നിൽക്കുന്ന വർണ്ണക്കുടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു മാറ്റിയ കുടമാറ്റം ഇത്തവണയും സാധാരണ വേണമെങ്കിൽ പറയാം ഇതൊരു പകൽപൂരമായി പര്യവസാനിച്ചു എന്നുള്ളത്. ഇനി നാമമാത്രമായി വെടിക്കെട്ട് കൂടിയുണ്ട്. സാധാരണഗതിയിൽ രാവേറെ വൈകി ഇരുട്ടത്ത് LED വെളിച്ചങ്ങളുടെ നടുവിൽ LED കുടകൾ പോലും ചൂടിക്കൊണ്ടാണ് പോയ വർഷങ്ങളിലൊക്കെ കുടമാറ്റം നടന്നിരുന്നത്. ഇരുട്ട് ഏറെ വെളിച്ചം മങ്ങുന്നതിന് മുൻപ്, ഇരുട്ടേറെ നീളുന്നതിന് മുൻപ് കുടമാറ്റവും കൂടി പൂർത്തിയായിരിക്കുന്നു. ആ കാഴ്ചയും കൂടി ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പൂരപ്രേമികൾ പിരിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.